ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത് ഭൂഷണ് വേണ്ടി വീണ്ടും സർക്കാർ ഇടപെടൽ. ഭാര്യയുടെ പേരിൽ തൃശൂർ പാട്ടുരാക്കിലുള്ള ഭൂമിയുടെ വിൽപ്പനയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ ഇടപെട്ട് ന്യായവില കുറച്ചു നൽകി. അനധികൃത ഉത്തരവിന്റെ രേഖകളുടെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. കേസിൽ അന്വേഷണത്തിന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അതേസമയം ഭരത് ഭൂഷണെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. തൃശൂർ പാട്രായ്ക്കലിലുള്ള 40 സെന്റ് ഭൂമിയാണ് വില കുറച്ചു കാണിച്ച് ചീഫ് സെക്രട്ടറിയുടെ ഭാര്യ രഞ്ജന ഭരത് ഭൂഷൺ വിൽപ്പന നടത്തിയത്. 2.5 സെന്റിന് 24,70,000 രൂപ മതിപ്പ് വില വരുന്ന സ്ഥലത്തിന് ന്യായവില നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജന 2011 അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2014 ജൂണിൽ ഈ അപേക്ഷ പരിഗണിച്ചാണ് ജില്ലാ കളക്ടർ MS ജയ ഭൂമി വില 12,35,000 രൂപയാക്കി കുറച്ചത്. ഈ നടപടിയിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച അഡ്വക്കേറ്റ് വിദ്യാസംഘം സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് കെ ഹരിപാലിന്റെ ഉത്തരവ്. ഇവർ ഡൽഹിയിലായിരുന്നു ഭർത്താവിന്റെ കൂടെ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭർത്താവ് ഇവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ആ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഓർഡർ എടുത്തിട്ടുള്ളത്. കളക്ടർക്ക് പുറമെ വില്ലേജ് ഓഫീസർ, ADM, ചീഫ് സെക്രട്ടറിയുടെ ഭാര്യ രഞ്ജന എന്നിവരാണ് മറ്റു പ്രതികൾ. പ്രത്യേക ഉത്തരവിൽ ഭൂമി വില ഈ പ്ലോട്ടിന് മാത്രമാണ് ബാധകമെന്നും സമീപ ഭൂമികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഭരണസ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഈ ഉത്തരവ്. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതേസമയം ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ ഇതിന് വിശദീകരണവുമായി രംഗത്ത് വന്നു. തൃശൂർ ഭൂമി വിവാദത്തിൽ തൃശൂരിലുള്ള ഭാര്യയുടെ പേരിലുള്ളത് കുടുംബസ്വത്താണെന്ന് ഭരത് ഭൂഷൺ വിശദീകരിച്ചു. തന്നെയും കുടുംബത്തെയും ഒരു കൂട്ടം ആളുകൾ നിരന്തരമായി ആക്രമിക്കുകയാണ്. നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് ജില്ലാ കളക്ടർ ഭൂമിക്ക് വില കുറച്ചു നൽകിയതെന്നും ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഈ വിവരം കോടതിയുടെ ഇടപെട്ടുള്ള വിജിലൻസ് അന്വേഷണം, ഈ ഉത്തരവ് വന്നതിന് ശേഷമാണ് ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്താണ് വ്യക്തമായ വിശദീകരണം അദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്? നമ്മുടെ വാർത്ത വന്ന ശേഷവും ആണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത് ഭൂഷൺ തൃശൂർ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൃശൂരിൽ തന്റെ ഭാര്യയുടെ പേരിലുള്ളത് കുടുംബ സ്വത്താണെന്നാണ് ഭരത് ഭൂഷൺ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് തനിക്ക് കുടുംബപരമായി കിട്ടിയ, പാരമ്പര്യമായി കിട്ടിയ കുടുംബ സ്വത്താണ്. ഇതിനു പിന്നിലെല്ലാം തന്നെയും തന്റെ കുടുംബത്തെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സൽപ്പേരിന് കോട്ടം തട്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില മാധ്യമങ്ങളിൽ നിന്നും തന്റെ സൽപ്പേരിന് കോട്ടം തട്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത് ഭൂഷൺ തന്നിരിക്കുന്നത്. നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് തൃശൂരിലെ ഭൂമിക്ക് കളക്ടർ വില കുറച്ച് നൽകിയത്. അല്ലാതെ ഇതിന് പിന്നിൽ മറ്റ് സംഭവങ്ങളൊന്നുമില്ലെന്നും ഇടപെടലുകളൊന്നുമില്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിശദീകരണത്തിന് ചീഫ് സെക്രട്ടറി തയ്യാറായില്ല. ഏതാനും ചില ചുരുക്കം വാക്കുകളിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തൃശൂരിൽ ഭാര്യയുടെ പേരുള്ളത് കുടുംബസ്വത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് കുടുംബസ്വത്തായതുകൊണ്ട് ഈ വിധത്തിലൊക്കെ ആകാം എന്നാണോ, അല്ലെങ്കിൽ കുടുംബസ്വത്തായതുകൊണ്ട് ഇത്തരം ആക്ഷേപം ഉന്നയിച്ചാൽ അതിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനാകില്ല എന്നാണോ? എന്താണ് ചീഫ് സെക്രട്ടറി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന്, അദ്ദേഹത്തിനെതിരെ സംഘടിതമായ ആക്രമണം എന്ന് പറയുമ്പോൾ അതിനേതെങ്കിലും തരത്തിലുള്ള ആധികാരികമായ വിവരങ്ങളോ വെളിപ്പെടുത്തലുകളോ ആരോപണങ്ങളോ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടോ? രണ്ടാമത്തെ പ്രശ്നം, 3, ജില്ലാ കളക്ടർ നിയമപരമായാണ് ഇളവ് നൽകിയത് എങ്കിൽ അത് അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? തീർച്ചയായും ശരത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ വിശദമായ ഒരു വിശദീകരണത്തിന് ചീഫ് സെക്രട്ടറി തയ്യാറായിട്ടില്ല. ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും മറ്റും ഈ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം അതായത് ജിതിൻ, ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ നേരിട്ട് വിശദീകരിച്ചതല്ല ഇതൊന്നും എന്നാണോ? ഭരത് ഭൂഷണുമായി ബന്ധപ്പെട്ട് ഭരത് ഭൂഷൺ നേരിട്ട് വിശദീകരിച്ചത് തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ വിശദമായ ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണമല്ല ഭരത് ഭൂഷണന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരത് ഭൂഷണുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും മറ്റുമാണ് ഇത്തരത്തിൽ വിശദീകരണം നൽകുന്നത്. അതേസമയം വിശദമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുമില്ല. വിഷയത്തിൽ ഭാര്യയുടെ പേരിലുള്ളത് കുടുംബ എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നുമില്ല. ഒപ്പം തന്നെ നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് കളക്ടർ അന്ന് ഭൂമിക്ക് വില കുറച്ച് നൽകിയിരുന്നതെന്ന് പറയുമ്പോൾ അത് തെളിയിക്കുന്ന വസ്തുതകളൊന്നും തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമില്ല. ഏതായാലും ഇതിൽ വളരെ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചെങ്കിലും അതിൽ വലിയ വ്യക്തത കുറവാണുള്ളത്. ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് കുടുംബ സ്വത്താണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങൾ അതെങ്ങനെ ലഭിച്ചു എന്നതൊന്നും അദ്ദേഹം വിശദീകരിക്കുന്നില്ല. ജിതിൻ, ഏതായാലും ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ കോടതിക്ക് മുൻപിലേക്ക് കൊണ്ടുവരികയും ഹർജി വിജിലൻസ് അന്വേഷണത്തിനാണ് തൃശൂർ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചത്. ഈ ഹർജി നൽകിയ അഭിഭാഷക അഡ്വക്കേറ്റ് വിദ്യാസംഗീത്
തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിജയൻ ഉണ്ണി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് വിദ്യാസംഗീത്. വിദ്യ, ഇക്കാര്യത്തിൽ ഈ കേസിൽ ഹർജിക്കൊപ്പം നിങ്ങൾ നൽകിയിട്ടുള്ള ഏറ്റവും ശക്തമായ അവഗണിക്കാനാവാത്ത പ്രധാനപ്പെട്ട തെളിവുകളായി താങ്കൾ വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ്? അതിനകത്ത് പ്രോസിക്യൂഷൻ ഭാഗം എന്ന് പറയാവുന്ന വിധത്തിൽ എതിർഭാഗത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടാണോ കോടതി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്? ഹലോ, അഡ്വക്കേറ്റ് വിദ്യ, കേൾക്കാമോ? ഈ ഒരു വിഷയത്തിൽ വിജിലൻസ് കോടതിയിൽ ഇന്നലെ കേസ് ഫയൽ ചെയ്യും. കേൾക്കാം. യെസ്, പറഞ്ഞോളൂ. ഈ ഭൂമിയുടെ ന്യായവില കുറച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഞാൻ കേസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഹർജി ഫയലിൽ ഇന്നാണ് ഹർജി ഫയലിൽ സ്വീകരിച്ച ബഹുമാനപ്പെട്ട ജഡ്ജി കെ ഹരിപാൽ സാർ അതിൽ പ്രോസിക്യൂട്ടറുടെ ഭാഗം പോലും കേൾക്കാനായിട്ട് നിന്നിട്ടില്ല. കാരണം അതീവ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ് ഈ പറഞ്ഞിട്ടുള്ള ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഉത്തരവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുകയും ആ ഉത്തരവ് അദ്ദേഹം ഓപ്പൺ കോടതിയിൽ തന്നെ വായിച്ച് നോക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറോട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള പാട്ടിരാക്കൽ സെൻറ്ററിൽ ഉള്ള 40 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 40 സെൻറ്റ് സ്ഥലത്തിന് ഒരു ആറിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവില വരുന്നത് 24,70,000 രൂപയാണ്. പക്ഷേ ഈ ന്യായവില കുറച്ച് കിട്ടുന്നതിന് വേണ്ടി അവർ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. അപ്പീൽ കൊടുത്ത് 2011 അപ്പീൽ കൊടുക്കുന്നു. ആ അപ്പീൽ കാലഹരണ ദോഷം വന്നു പോയ അപ്പീൽ പിന്നീട് ഇവരുടെ ഭർത്താവ് ചീഫ് സെക്രട്ടറിയായി കേരളത്തിൽ വന്നതിന് ശേഷം 2014 ഏപ്രിൽ മാസത്തിലാണ് പുതിയ അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ പൗരന് കിട്ടാതിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പരിരക്ഷയും ഇവർ ഉറപ്പാക്കിക്കൊണ്ട് ഒന്നാം പ്രതി ഇന്ന് കൊടുത്ത കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കളക്ടറും രണ്ടാം പ്രതിയായിട്ടുള്ള ADM ശെൽവരാജ്, മൂന്നാം പ്രതിയായിട്ടുള്ള വില്ലേജ് ഓഫീസർ ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂട്ടായിട്ടും നാലാം പ്രതിയായിട്ടുള്ള രഞ്ജനയ്ക്ക് ധനലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ വിജിലൻസ് കോടതിക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറി സ്വന്തം സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ട് തൻ്റെ പദവിയും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് വിദ്യ, മടങ്ങി വരാം താങ്കളിലേക്ക്. ഡോക്ടർ വിജയൻ ഉണ്ണി, ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഏതാണ്ട് കോടതിക്ക് ഇത് ഗൗരവമായ അന്വേഷണം വേണ്ടതാണെന്ന് തോന്നുകയും വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശവും നൽകിയിരിക്കുന്നു. 2013 മെയ് മാസത്തോടു കൂടിയാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി കേരളത്തിലേക്ക് കേന്ദ്ര സർവീസിൽ നിന്നും വരുന്നത്. 2012 കൊടുത്ത ഹർജി കാലഹരണപ്പെടുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് വിദ്യ പറഞ്ഞ പോലെയാണെങ്കിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി വന്നതിന് ശേഷം 2014 പുതിയ ഹർജി നൽകുന്നു. ജില്ലാ കളക്ടർ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു. ന്യായവില പകുതിയായി കണ്ട് കുറച്ചു കൊടുക്കുന്നു. ഈ വിധത്തിൽ രജിസ്ട്രേഷൻ നടക്കുന്നു. ഇതാണ് നടന്നിട്ടുള്ളത് എങ്കിൽ വളരെ ഗൗരവമായ ഒരു കുഴപ്പത്തിൻ്റെ, കുറ്റത്തിൻ്റെ എല്ലാ സൂചനകളും സാധ്യതകളും ഇതിൽ താങ്കൾ കാണുന്നുണ്ടോ? ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ബോധ്യമായതുകൊണ്ട് ആണല്ലോ കോടതി തന്നെ ഒട്ടും കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ തന്നെ അതിനുള്ള അന്വേഷണം ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. സാമാന്യ ബുദ്ധി കൊണ്ടും ഇത് മനസ്സിലാക്കാം. പകുതിയായിട്ട് വില കുറച്ച് കൊടുക്കുക, അതനുസരിച്ച് ഇന്ന് മാത്രമല്ല അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഉത്തരവ് ഈ സ്ഥലത്തിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. അതിന് തൊട്ടടുത്തുള്ള സർവേ നമ്പറിലോ സബ് ഡിവിഷനിലോ ഉള്ള സ്ഥലങ്ങൾക്ക് പോലും ബാധകമല്ല എന്ന് പോലും തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നോ ആർക്ക് വേണ്ടിയാണ് സാധാരണഗതിയിൽ അത്തരം ഉത്തരവുകൾ ഇറക്കാൻ അവകാശമുണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ? ന്യായവില സംബന്ധിച്ചുള്ള പരാതികൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് നിയമപരമായി. പക്ഷേ ഇത് നിയമമൊന്നും നോക്കേണ്ട കാര്യമില്ല. നിയമത്തിൻ്റെ അപ്പുറം സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ കാണാമല്ലോ. ഒരു സ്ഥലം മാത്രം, അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങൾക്ക് ബാധകമല്ലാത്ത വിധത്തിൽ അതിന് നടുക്കുള്ളൊരു സ്ഥലം മാത്രം
നേരെ പകുതിയാക്കി ന്യായവില കുറച്ചുകൊണ്ട് ഉത്തരവ് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു കുറ്റം മാത്രവുമല്ല, അത് ഇവർക്ക് മാത്രം ബാധകമായിരിക്കും, ഇതിൻ്റെ ആനുകൂല്യം മേലാൽ ചുറ്റുവട്ടത്തുള്ള ആർക്കും കിട്ടില്ല എന്ന നിലയിൽ ഒരു ഉത്തരവ് ഇറക്കുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത അത്യപൂർവമായ അധികാരമില്ലാത്ത നടപടിയാണോ? അല്ല, അത് സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ന്യായീകരണം ആ ഉത്തരവിൽ തന്നെ ഉണ്ടാവണം. എന്തുകൊണ്ട് ഇതിനെ മാത്രം ബാധകമാക്കി, എന്തുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള സബ് ഡിവിഷൻ നമ്പറുകൾക്ക് ബാധകമാക്കിയില്ല എന്നുകൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ഉത്തരവായിരിക്കണം. സ്പീക്കിംഗ് ഓർഡർ ആണെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷേ അതൊന്നുമില്ലാതെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തി ഇന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് കോടതിക്ക് ഏറെക്കുറെ അത് ബോധ്യമായതുകൊണ്ടാവണമല്ലോ ഇങ്ങനെ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ശ്രീ വി എസ് സുനിൽകുമാർ MLA കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സുനിൽകുമാർ, ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വത്ത് സംബന്ധിച്ച വെളിപ്പെടുത്തലിലെ പ്രശ്നങ്ങൾ, പോരായ്മകൾ പ്രതിപക്ഷം കൊണ്ടുവന്നത്. ഇതിൽ മുൻപോട്ട് പോയി തൃശ്ശൂരിൽ നിന്ന് തന്നെ പുതിയൊരു സാഹചര്യം കൂടിയാണ്. തൃശ്ശൂർ നഗരത്തിലെ പാട്ടുരാക്കലുള്ള 40 സെൻറ്റ് ഭാര്യയുടെ പേരിലുള്ള ഭൂമിയിൽ ന്യായവില പകുതിയായി കണ്ടു കുറച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ വേണ്ട നടപടികൾ വേഗത്തിൽ ചെയ്തു കൊടുത്തിരിക്കുന്നു. അത്യസാധാരണമായി ഉത്തരവിറങ്ങുന്നു. ആ കുറച്ചു കൊടുത്തതിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിന് മാത്രം, ചുറ്റുവട്ടത്തുള്ള മറ്റൊരു ഉടമയ്ക്കും ഇതിൻ്റെ ആനുകൂല്യം മേലാൽ കാലത്ത് ലഭിക്കില്ല എന്ന വിധത്തിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി വന്നതിന് ശേഷം നടത്തിയ നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നേടിയെടുത്ത ഒരു ആനുകൂല്യം കോടതി ഈ വിധത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യം. സുനിൽകുമാർ, അല്ല, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതിയും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ തന്നെ ഇടപെട്ടുകൊണ്ട് മാർക്കറ്റ് വാല്യൂ സംബന്ധിച്ചിട്ടുള്ള നിരവധി പരാതികൾ തൃശ്ശൂർ RDOയുടെ മുമ്പിലിരിക്കുകയാണ്. ആ കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. വളരെ ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഉള്ള പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാതിരിക്കുന്ന തൃശ്ശൂർ ജില്ലാ കലക്ടർ ഈ ചീഫ് സെക്രട്ടറിയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമിയുടെ മാർക്കറ്റ് വാല്യൂ സംബന്ധിച്ച് ആ ഭൂമിയുടെ സർവേ നമ്പറിലെ ഭൂമിക്ക് മാത്രം ബാധകമാകുന്ന നിലയിൽ അതിന്റെ വില കുറച്ച് കാണിച്ചിരിക്കുകയാണ്. പാട്ടുരാക്കൽ പൂങ്കുന്നം എന്ന സ്ഥലം എനിക്കറിയാത്ത സ്ഥലമല്ല, ഞങ്ങളെ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 20-25 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള സ്ഥലത്താണ് ഇപ്പൊ ഒരു സെന്റിന് 6 ലക്ഷത്തോളം രൂപ വിലയാക്കി നിശ്ചയിച്ചുകൊണ്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നില് ഗവൺമെന്റിന്, അതായത് സുനിൽകുമാർ, ഇതിൽ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അദ്ദേഹം പറയുന്നത് ജില്ലാ കളക്ടർ നിയമപരമായ വഴികളിലൂടെ തന്നെയാണ് ഈ ഇളവ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകിയത്. അത്രേ വിശ്വസിക്കാനും അംഗീകരിക്കാനും എന്തെങ്കിലും തരത്തിൽ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? എന്റെ ശരത്തെ, ഞാൻ ഈ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റില് എന്റെ മണ്ഡലത്തിൽ തന്നെ ഒരു ഈ വാല്യുവേഷൻ സംബന്ധിച്ച ഒരു കാര്യത്തിന് വേണ്ടി 8 മാസമായിട്ട് അവർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. വളരെ ജെന്യുവനായിട്ട് കാര്യത്തിൽ പോലും നിലപാടെടുക്കാത്ത കളക്ടർ നിയമപരമായ നിലയിൽ അവിടെ തീരുമാനം എടുത്തു എന്നൊക്കെ ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ വെള്ളരിക്കപ്പെട്ടത് ജീവിക്കുന്നവരാവണ്ടേ. അദ്ദേഹത്തെ പറ്റിയാണ് കേരളത്തിലെ നിയമസഭ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് ആരോപണം ഉണ്ടായതിനെ പറ്റിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിയമപ്രകാരം IAS ഓഫീസർ എന്ന നിലയിൽ കൊടുക്കേണ്ട അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയ വിവരവും നിങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതിനകത്ത് വിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരത്തിന് കോളത്തിനകത്ത് വാല്യുവേഷൻ കാണിച്ചിരുന്നില്ല. ആ വാല്യുവേഷൻ കാണിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ 40 സെന്റ് സ്വത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരത്തിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്ന സാധാരണ വിലയിൽ ഗവർണർ കൊടുക്കുന്ന സ്വത്ത് വിവരത്തെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റില് എന്റെ പേരിലും എന്റെ ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും ഒക്കെ എന്തൊക്കെ സ്വത്തുണ്ടോ ആ സ്വത്തിന്റെ വിവരം, ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ, അതിന്റെ വാല്യുവേഷൻ, എന്റെ പേരിലുള്ള സ്വത്ത് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്ത്, അതിന്റെ ഇപ്പോഴത്തെ വാല്യുവേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കൊടുക്കണം. പക്ഷെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ അത് കണ്ടിട്ടില്ല എന്ന ആരോപണം നിലനിൽക്കാണ്. ഇത് വളരെ ഗൗരവമായതുകൊണ്ട് തന്നെ സുനിൽകുമാർ, ഏത് വിധത്തിൽ വേണം സർക്കാർ ഇതിനോട് പ്രതികരിക്കാൻ? കോടതി തന്നെ ഇതിൽ അന്വേഷണം വേണമെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി തുടരുന്ന ഒരു സാഹചര്യത്തെ പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുമോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യം, IAS ഓഫീസർമാർ തമ്മിലുണ്ടായിരിക്കുന്ന ഒരുപാട് അഭിപ്രായ വ്യത്യാസവും ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് ഒരുപാട് ആരോപണം ഉന്നയിക്കപ്പെട്ടു. ആ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിപരമായ വിരോധം വെച്ചുകൊണ്ട് ആരോപണം എന്നതിൽ മാത്രം കാണാൻ കഴിയില്ല. തെളിവുകൾ സഹിതം ഈ പറയുന്ന ആളുകൾ നടത്തിയിരിക്കുന്ന അഴിമതിയെ പറ്റിയുള്ള കഥകൾ ഇപ്പോൾ വെളിച്ചത്ത് വന്നു. ഈ ആളുകൾ IAS ഓഫീസർമാരായിരിക്കുന്ന ആളുകൾ, ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ആളുകൾ, ഇവിടുത്തെ പല ഫ്ലാറ്റ് ഉടമസ്ഥന്മാരുമായിട്ടുള്ള അവിഹിതമായ ബന്ധം,
ഈ പറയുന്ന സ്ഥലത്ത് തന്നെ പിന്നെ അവര് ഈ ഫ്ലാറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലം എന്ന നിലയിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഫ്ലാറ്റിന്റെ കണക്കുകളൊക്കെ വിളിച്ചു തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ നേതൃത്വം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. ഈ ആളുകൾ ഇപ്പോൾ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഈ ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. സുനിൽകുമാർ ദയവായി ലൈനിൽ തുടരുക, താങ്കളിലേക്ക് വേഗം വരാം. ശ്രീ വിജയൻ, ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചീഫ് സെക്രട്ടറി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു, ഇത് ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചതാണ്. അങ്ങനെ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നതിലൂടെ ഏതെങ്കിലും തരത്തിൽ കുടുംബസ്വത്താണെങ്കിൽ ഈ വിധത്തിൽ ന്യായവില കുറച്ചെടുക്കാമെന്നാണോ, അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് വേറെ തരത്തിൽ ആനുകൂല്യമായി ഒരു ഓർഡർ ഇറക്കാമെന്നാണോ, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം കുടുംബസ്വത്താണ് എന്ന് പറഞ്ഞു, അതിന് വാസ്തവമാണെങ്കിൽ അംഗീകരിച്ചാൽ തന്നെയും അതിന് ഇതുമായിട്ട് എന്താണ് ബന്ധം? ന്യായവില കുറച്ചു കൊടുക്കുന്നതുമായിട്ട് കുടുംബസ്വത്താണെന്നുള്ള വാദത്തിന് എന്താണ് പ്രസക്തി, എന്താണ് ബന്ധം? അത് സ്വയം വിശദീകരിക്കണം, മറ്റാരും പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന്, വേറൊരു കാര്യം പറഞ്ഞത്, ഈ ഇദ്ദേഹത്തിനെ ആളുകൾ സംഘടിതമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതിപ്പോൾ ഏറ്റവും ഒരു വലിയ തമാശയായിട്ടാണ് ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. കാരണം ഇരകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വേട്ടക്കാരൻ ഇരകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാനലുകാർ ഒരു മൈക്ക് കാണിച്ചിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, എന്നെ എല്ലാവരും കൂടി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വേട്ടക്കാരൻ്റെ സ്ഥാനമാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും നല്ല വേട്ടക്കാരനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്കെതിരായിട്ട് എന്തെങ്കിലും സത്യവും കാര്യങ്ങളും പറഞ്ഞാൽ അവരെയെല്ലാം പിന്നെ ഭീഷണിപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണിത്. സ്വന്തം സ്ഥാനം, ഇത്രയും ഏറ്റവും ഉയർന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക തലത്തിലിരിക്കുന്ന സ്ഥാനത്തിൻ്റെ അധികാരസ്ഥാനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണമല്ലോ ഈ ന്യായവില ആക്കിയെടുത്തതും. തൻ്റെ കീഴുദ്യോഗസ്ഥയെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ആയിരിക്കണമല്ലോ അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇറക്കിച്ചത്. അതുകൂടാതെ ഇപ്പോഴീ IAS അസോസിയേഷൻ്റെ ഭാരവാഹികളടക്കം അവരുടെ ന്യായമായിട്ടുള്ള അവരുടെ പരാതികൾ മുമ്പോട്ട് വെച്ചപ്പോൾ, മുഖ്യമന്ത്രിയുടെ മുമ്പാകെ മുമ്പോട്ട് വെച്ചപ്പോൾ അവർക്കെതിരെ ഉള്ള ഭീഷണികളും പിന്നെ വാർത്തകൾ പത്രങ്ങളിൽ നട്ടുകൊണ്ട് തെറ്റായിട്ടുള്ളതും പിന്നെ അപകീർത്തികരവും പലപ്പോഴും അസത്യവും അർദ്ധസത്യവുമായിട്ടുള്ള കാര്യങ്ങൾ നട്ടുകൊണ്ട് ഇപ്പോഴും ദിവസവും ഓരോ വാർത്തകൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടമസ്ഥരില്ലാത്ത വാർത്തകളാണ് വരുന്നത്. പക്ഷേ അതൊക്കെ പബ്ലിഷ് ചെയ്യാൻ ചില പത്രങ്ങൾ തയ്യാറാവുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായിട്ട് അദ്ദേഹം അതിനെ പിന്നെ നിഷേധിച്ചുകൊണ്ട് പറയുകയുണ്ടായി. പക്ഷേ എങ്കിലും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലും ഈ പത്രങ്ങളുടെ സംരക്ഷണത്തിലുമാണ് ഇത്രയും ധൈര്യമായിട്ട് സത്യം പറയുന്നവരെയും കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെയും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനടക്കം ഭീഷണികൾ വരുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് ഭീഷണികൾ കഴിഞ്ഞ വളരെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയിൽ നിന്ന്. താങ്കൾ അനുഭവിക്കുന്നുണ്ടോ അത്? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ കേൾക്കുന്നത് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് തന്നെയെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേട്ടക്കാരൻ തന്നെയാണ് ഈ പിന്നെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം.